കാലാവസ്ഥ റെഡ് അലേർട്ടൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന മേഖലയാണ്. മഴ പക്ഷേ കാര്യമായി പ്രശ്നം ഉണ്ടാക്കില്ല. ഇനി കനത്ത മഴ ഉണ്ടെങ്കിൽ തന്നെ അത് തെരച്ചിലിനെ ബാധിക്കില്ല എന്നാണല്ലോ പറയുന്നത്. ഏത് രീതിയിലായിരിക്കും അപ്പോൾ ഇന്നത്തെ ഒരു തെരച്ചിൽ മുന്നോട്ട് പോവുക? മോത്തി സാധാരണ ഒരു രീതിയുണ്ട്. വേലി ഇറക്കം കഴിഞ്ഞ് വേലിയേറ്റം തുടങ്ങുന്ന സമയത്താണ് വീണ്ടും രണ്ടാമതും ആ ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ രാവിലെ തന്നെ പുനരാരംഭിക്കാറുള്ളത്. ഏകദേശം രാവിലെ 8-8:30 കൂടിയാണ് ആ തരത്തിൽ തിരച്ചിൽ ഇവിടെ ആരംഭിച്ചു വരാറുള്ളത്. ഇന്നിപ്പോൾ ഉത്തര കന്നഡ ജില്ലയിലും ദക്ഷിണ കന്നഡ ജില്ലയിലും ഒക്കെ തന്നെ അതുപോലെ ഗോവയുടെ സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെ റെഡ് അലേർട്ട് നിലനിൽക്കുന്നുണ്ട്. ഇത് കൊങ്കൺ മേഖലയാണ്. അതുകൊണ്ട് തന്നെ മഴ കാര്യമായ ഭീഷണി സ്ഥിരമായി ഉണ്ടാക്കുന്നൊരു പ്രദേശമാണ്. മണ്ണിടിച്ചിൽ സാധ്യതയൊക്കെ തന്നെയുള്ള സ്ഥലമാണ് നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു ശിരൂരടക്കമുള്ള മേഖല. പക്ഷേ എന്നിരുന്നാലും വലിയ തോതിലുള്ള മഴ തങ്ങൾക്ക് ഭീഷണിയായി മാറില്ല എന്നാണ് ഡ്രഡ്ജിംഗ് കമ്പനിയുടെ അധികൃതരും അതുപോലെ തന്നെ കാർവാർ MLA ആയിട്ടുള്ള സതീഷ് കൃഷ്ണസേലും നമ്മളോട് ഇന്നലെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ളത്. കാരണം എത്രത്തോളം മഴ പെയ്താലും അതിനെയൊക്കെ തന്നെ തരണം ചെയ്ത് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു സജ്ജീകരണം ഡ്രഡ്ജറുമായി സംബന്ധിച്ച് സജ്ജമാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം അവർ വീണ്ടും ചൂണ്ടിക്കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനി അത്ര വലിയ കനത്ത മഴ പെയ്തു, നദിയിലെ ജലനിരപ്പ് പ്രതീക്ഷിച്ചതിനേക്കാൾ അധികം ഉയർന്നു, കനത്ത രീതിയിൽ കുത്തൊഴുക്കുണ്ടായാൽ മാത്രം ഒരുപക്ഷെ ചിലപ്പോൾ ഒറ്റ ദിവസത്തേക്ക് മാത്രം എന്തായാലും തിരച്ചിൽ നിർത്തേണ്ടി വരുന്ന സാഹചര്യവും ഉണ്ടായേക്കാം. എന്നാലും അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ഫലപ്രദമായി കൈകാര്യം ചെയ്തു പോകാനുള്ള ഒരു സ്ട്രാറ്റജി കൂടി ഇവർ പ്ലാൻ ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല CP4 എന്ന പോയിന്റ് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലൻ സെറ്റ് ചെയ്ത അല്ലെങ്കിൽ അവർ മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റ് കേന്ദ്രീകരിച്ചായിരിക്കും ഇനി പ്രധാനമായും ഇന്ന് തിരച്ചിൽ നടക്കാൻ പോകുന്നത്. കാരണം നമുക്ക് ഡ്രഡ്ജർ ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഞാൻ നിൽക്കുന്നതിന് ഏകദേശം പിറകിലായിട്ടാണ് ഡ്രഡ്ജർ ഇപ്പോൾ കാണുന്നത്. അവിടെ നിന്ന് ഏതാനും മീറ്ററുകൾക്ക് അകലെയായിട്ടാണ് CP4 എന്ന പോയിന്റ് ഉള്ളത്. അപ്പോൾ ആ ഒരു ഭാഗം കേന്ദ്രീകരിക്കാനാണ് സാധ്യത. 7 മണിയോടുകൂടി എന്തായാലും ഇന്ദ്രപാലൻ ഇവിടെ എത്തുമെന്നായിരുന്നു നമുക്ക് ലഭിച്ചിരുന്ന വിവരം. എന്തായാലും അദ്ദേഹം ഇതുവരെ എത്തിയിട്ടില്ല. ഒരുപക്ഷെ കാർവാർ അടക്കമുള്ള മേഖലയിൽ മഴയൊക്കെ തന്നെ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ വരവിനെ ചിലപ്പോൾ ബാധിച്ചിട്ടുണ്ടാവാം. എന്തായാലും അദ്ദേഹം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആ മാർക്ക് വീണ്ടും ഊട്ടി ഉറപ്പിക്കുന്നു. അതിനുശേഷം ഡ്രഡ്ജിംഗ് സംഘം അങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ള രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഇപ്പോൾ ഐബോർഡോ മറ്റ് സംവിധാനങ്ങളോ വളരെ നിർണായക ദിവസം തന്നെയാണ്.